നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബഡ്ജറ്റിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാലക്കാട് നഗരത്തിൽ CPIM പ്രതിഷേധം. കേരളത്തിലെ കായിക മേഖലയെ ശക്തമാക്കാൻ കായിക വിദ്യാഭ്യാസം ശക്തമാക്കണമെന്ന് സംയുക്ത അധ്യാപക സംഘടന. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ച് യൂത്ത് കോൺഗ്രസ്. SSKയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ട് നിയമനം. ജീവനക്കാരുടെ പ്രതിഷേധം 15ാം ദിവസത്തിലേക്ക്. കേന്ദ്ര ബഡ്ജറ്റിലെ കേരള അവഗണനയ്ക്കെതിരെ CPIM പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം 5 വിളക്കിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഇതേപോലെ മഴയത്ത് ഇങ്ങനെ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ എന്തെങ്കിലും പ്രസ്താവനകൾ ആരെങ്കിലും വായിച്ചാൽ ഒരു ചെറിയൊരു പ്രകടനം എവിടെയെങ്കിലും നടത്തിയത് കണ്ടോ? അവർക്ക് വോട്ട് മതി. കേരളത്തിലെ ജനങ്ങൾ തൊലഞ്ഞാലും ശരി, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അളിയനുമാണ്. പാർലമെന്റിൽ BJPക്കെതിരെ ഒരു MP ഒരു അക്ഷരം മിണ്ടുന്നില്ല. പാർലമെന്റിനെതിരായി, പാർലമെന്റിനകത്ത് ഈ അവഗണനയ്ക്കെതിരായി എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കുകയോ പ്രതിഷേധം പ്രകടിപ്പിക്കുകയോ BJP കോൺഗ്രസുകാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? പാർലമെന്റിനകത്ത് ഇന്ത്യ ബ്ലോക്ക് ഇന്നലെ പൊതുവിൽ BJP അല്ലാത്ത സംസ്ഥാനങ്ങളോട് കാണിച്ച അന്യായത്തിനെതിരെ ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ച് സമരം ചെയ്തു. പക്ഷെ കേരളത്തിലെ ഉണ്ടല്ലോ MP മാർ, UDFന്റെ 18 MP മാർ. നിങ്ങൾ അവിടെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചോദ്യം എണീറ്റ് നിന്നിട്ട് ഒരു 0 അവറിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ട് എന്താണ് വൈ യു ആർ നെഗ്ലക്ടിങ് കേരള എന്നൊരു ചോദ്യം. കേരളം എന്ന പേര് പോലും ഉച്ചരിക്കാത്ത ചരിത്രത്തിലെ ആദ്യ ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ NN കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V സുരേഷ്, KK ദിവാകരൻ, അജിത് സക്രിയ, MS കറിയ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി സ്വാഗതവും CP പ്രമോദ് നന്ദിയും പറഞ്ഞു. കായിക ലോകത്ത് കേരളത്തിന് ആധിപത്യമുണ്ടാക്കാൻ കായിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത അധ്യാപക സംഘടന സംസ്ഥാന ചെയർമാൻ AP അബ്ദുൽ ഗഫൂർ. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായിക അധ്യാപക സംഘടന സംയുക്ത വേദി കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൽ ഗഫൂർ. പൊതുയോഗങ്ങളിൽ നടത്തുന്ന കായിക വിദ്യാഭ്യാസ പ്രാധാന്യം പ്രവൃത്തികളിൽ നടപ്പിലാവുന്നില്ല. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ സംരക്ഷണത്തിനായി KER ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം നടപ്പിലാവാത്തത് ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കി. വിരമിക്കുന്ന കായിക അധ്യാപകർക്ക് പകരം നിയമനവും നടക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ പരിശീലനം, മീറ്റുകൾ എന്നിവ ശാസ്ത്രീയമായി നടപ്പിലാക്കണമെന്ന ആവശ്യവും നടക്കുന്നില്ല. ശാസ്ത്രീയമായ പരിഷ്കാരങ്ങളില്ലാതെ കായിക വിദ്യാഭ്യാസം രക്ഷപ്പെടില്ലെന്നും അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. DPETA, KPSTA സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. MN വിനോദ്, സുമേഷ് കുമാർ, വിനോദ് കുമാർ, കായിക അധ്യാപകരായ കൃഷ്ണദാസ്, രുക്മണി, സുരേഷ് V, സൗമ്യ മാത്യു, അല്ലി, ബിജുമോൻ, വാസുദേവൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ നിലയിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയ കേന്ദ്ര ബഡ്ജറ്റിനകത്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഉൾപ്പെടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുമ്പോൾ കേരളത്തെ അതിനകത്ത് അവഗണിച്ചു എന്ന മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ നിലയിലുള്ള സമരം. നിർമ്മല സീതാരാമനെ വിമർശിക്കാൻ കേരളത്തിനകത്ത് DYFI തയ്യാറായിട്ടില്ല. കേരളത്തിൽ ഇന്ന് ഒരു സമരങ്ങളുണ്ട്. പ്രസിഡന്റ് അഖിലേഷ് അയ്യർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സതീഷ് തിരുവാലത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ D ഷജിത് കുമാർ, ഹരിദാസ് മച്ചിങ്ങൽ, KN ഉമ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രസംഗിച്ചു. ടൗൺ സൗത്ത് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അർജുൻ, സുരേഷ് നന്ദു, നിവേദ്, ദിനേശ്, ഷിബു പുത്തൂർ, ഹക്കീം പുത്തൂർ, ബാബു, നിനീഷ്, സഞ്ജയ് എന്നിവർ പങ്കെടുത്തു.
SSKയിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും നേരിട്ട് നിയമനം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് NGOയും KGOയും നടത്തുന്ന സമരം 15ാം ദിവസം പിന്നിട്ടു. വ്യാഴാഴ്ച ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ NGO യൂണിയൻ ജില്ലാ ട്രഷറർ M പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KGOയെ സിവിൽ സ്റ്റേഷൻ ഏരിയ പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷനായി. NGO യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം P രഘു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ R സജിത്, G സുധാകരൻ, K പരമേശ്വരി, PK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബഡ്ജറ്റിലെ പ്രവാസി അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന തരത്തിലേക്കാണ് ഈ 11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ത്യയിലേക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിദേശ പണം NRI റെമിറ്റൻസ് വരുന്ന രാജ്യം ഇന്ത്യയാണ്. 124 ബില്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത്. അതിന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു നയാ പൈസയുടെ ചിലവ് പോലും ഉണ്ടായിട്ടില്ല. ഏകദേശം 12 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകി വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഖജനാവിലേക്ക് ഒഴുകി വന്നപ്പോൾ അതിനുവേണ്ടി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി P സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം BK ഉമ്മർ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മജീദ്, ലോക കേരള സഭ അംഗം നന്ദിനി മോഹൻദാസ്, കേരള പ്രവാസി സംഘം പാലക്കാട് ഏരിയ സെക്രട്ടറി M ദിലീപ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MA നാസർ സ്വാഗതവും ജില്ലാ ട്രഷറർ സൈദലവി നന്ദിയും പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ മൊബൈൽ യൂണിറ്റുകൾ വരുന്നു. മണിക്കൂറിൽ 6000 ലിറ്റർ ദ്രവമാലിന്യം സംസ്കരിക്കാവുന്ന മൊബൈൽ സ്പെറ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റുകൾക്ക് 40 മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ചെലവ്. ജില്ലകൾ തോറും 2-3 മൊബൈൽ യൂണിറ്റുകൾ അതിവേഗം സജ്ജമാക്കും. വ്യക്തികൾക്ക് ഫീസ് നൽകി വീടുകളിലെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാം. ഒരു തദ്ദേശ സ്ഥാപനത്തിന് സ്വന്തമായോ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലോ യൂണിറ്റുകൾ ഒരുക്കാം. അതാതിടങ്ങളിലെത്തി ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് സംസ്കരിക്കുന്ന സംവിധാനം വികസിപ്പിച്ചത് ഡൽഹി ആസ്ഥാനമായുള്ള വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളതാണ് നൂതന സംവിധാനം. 6000 ലിറ്റർ ദ്രവമാലിന്യം സംസ്കരിച്ചാൽ 200 കിലോയോളം ഖരമാലിന്യമാണ് അവശേഷിക്കുക. ഇത് സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച് കമ്പോസ്റ്റ് വളമാക്കും. ചെറിയ ട്രക്കുകളിൽ സജ്ജമാക്കാവുന്ന സംവിധാനമാണ് മൊബൈൽ യൂണിറ്റുകൾക്കുണ്ടാവുക. ശുചിമുറി മാലിന്യം പൊതുസ്ഥലങ്ങളിലും മറ്റും ഒഴുക്കിവിടുന്നത് തടയുകയാണ് ലക്ഷ്യം. രോഗകാരിയായ അണുക്കളോ ദുർഗന്ധമോ ഇല്ലാത്ത വെള്ളമാണ് സംസ്കരണത്തിന് ശേഷം പുറത്തുവിടുക. ഖരമാലിന്യം സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് കേന്ദ്രത്തിലേക്ക് മാറ്റിയാണ് വളമാക്കുക. ഇതിനുള്ള സ്ഥല സൗകര്യവും മൊബൈൽ യൂണിറ്റ് ബാക്ക് വാഷ് ചെയ്യാനുള്ള 500 അടി സ്ഥലവും മാത്രമാണ് തദ്ദേശ സ്ഥാപനം കണ്ടെത്തേണ്ടത്. ഖരമാലിന്യം വളമാക്കുന്ന മൊബൈൽ യൂണിറ്റ് സ്ഥാപിക്കാൻ 43 ലക്ഷം രൂപയോളമാണ് ചെലവ്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറയുമോ? കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങിയ UKG വിദ്യാർത്ഥി അതേ ബസ് ഇടിച്ച് മരിച്ചു.
സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിടെ UKG വിദ്യാർത്ഥിനി അതേ ബസ് ഇടിച്ച് മരിച്ചു. മണ്ണാർക്കാട്ട് ഇന്നലെ വൈകിട്ടാണ് സംഭവം. നാരങ്ങപ്പറ്റ തൊട്ടിപ്പറമ്പിൽ നൌഷാദിന്റെ മകൾ ഹിബ ആറാണ് മരിച്ചത്. മണ്ണാർക്കാട് ദാർനജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. വീടിന് മുന്നിലെ സ്റ്റോപ്പിൽ ഇറങ്ങിയ ഹിബ ബസ്സിന് മുൻഭാഗത്ത് കൂടി എതിർവശത്തുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ഹിബയ്ക്കൊപ്പം മറ്റു 2 കുട്ടികളും ഉണ്ടായിരുന്നെങ്കിലും ഇവർ ബസ്സിന് പിന്നിലൂടെയാണ് പോയത്. ഹിബ പോകുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ബസ് കുട്ടിയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കനത്ത കാറ്റിലും ചുഴലിക്കാറ്റിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പലയിടത്തും വീടുകൾ തകർന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. മിക്കയിടത്തും കനത്ത മഴയാണ് പെയ്യുന്നത്. ആലത്തൂർ കാവശ്ശേരി കഴനിക്കുന്നമ്പുറം SRV ALP സ്കൂളിന് മുകളിൽ മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് ക്ലാസുകളിൽ നിന്നും പോയ സമയത്താണ് അപകടം. കുനിശ്ശേരി നരിപ്പറ്റയിൽ വൻമരം കടപുഴകി റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തെങ്കര പുഞ്ചങ്കോട് ജലസേചന വകുപ്പിന്റെ ജീപ്പിന് മുകളിലേക്ക് തേക്കുമരം വീണു. ഡ്രൈവർ ജീപ്പിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെർപ്പളശ്ശേരി ശാലിയംകുന്ന് 10-ാം മൈൽ കുണ്ടുകണ്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ ഷീറ്റ് മേഞ്ഞ വീടിന് മുകളിൽ മരം വീണ് 3 പേർക്ക് പരിക്കേറ്റു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കുഞ്ഞുലക്ഷ്മിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഉണ്ണികൃഷ്ണൻ, അയൽക്കാരൻ M ഉണ്ണികൃഷ്ണൻ എന്നിവരെ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോട്ടായിലും പറളിയിലും മരം വീണ് വീടുകൾ തകർന്നു. കുഴൽമന്നം മേഖലയിൽ കനത്ത കാറ്റും മഴയും വ്യാപക നാശനഷ്ടമുണ്ടാക്കി. അലനല്ലൂർ താന്നിക്കുന്നിൽ മേലാത്ര ഉഷയുടെ വീട് കമുകു വീണ് തകർന്നെങ്കിലും ആർക്കും പരിക്കില്ല. നെന്മാറ ഒലിപ്പാറ റൂട്ടിൽ റോഡിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടായിലും പാർലിയിലും പാലക്കയത്തും മരം വീണ് വീടുകൾ തകർന്നിട്ടുണ്ട്. കോങ്ങാട് മണിക്കശ്ശേരിയിൽ വീടിന് മുകളിൽ മരം വീണ് ശാസ്താനിവാസിൽ ശാന്തകുമാരി, പാർവതി എന്നിവർക്ക് പരിക്കേറ്റു. ചിറ്റൂർ മേനാമ്പാറ മലബാർ ഡിസ്റ്റിലറീസിൽ മരം വീണ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. മണ്ണാർക്കാട് ചുരം റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. ശ്രീകൃഷ്ണപുരം ഷെഡും കുന്നിലും ചെത്തല്ലൂരിലും മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ഹൃദിക് ദാസ് 26 എന്നിവർക്കാണ് പരിക്കേറ്റത്. ശാന്തകുമാരിയുടെ കൈയിന്റെ എല്ലിന് പൊട്ടലുണ്ട്. പാർവതിയുടെയും ഹൃദിക് ദാസിന്റെയും ദേഹത്തേക്ക് ഓടുകൾ വീണ് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെ 2-നുണ്ടായ കാറ്റിലാണ് വീടിന്റെ പിന്നിലെ മരം കടപുഴകി വീണത്. കനത്ത മഴയിലും കാറ്റിലും 24 മണിക്കൂറിനിടെ ജില്ലയിൽ 74 വീടുകൾ ഭാഗികമായി തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജൂണിൽ അടക്കം ഇതുവരെ 20 വീടുകൾ പൂർണ്ണമായും 243 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. 15 മിനിറ്റ് വരെ നീളുന്ന ശക്തമായ മഴയാണ് ഓരോ തവണയും പലയിടത്തും ചെയ്യുന്നത്. കാലവർഷത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ മിക്കയിടത്തും ഒരാഴ്ചയായി വൈദ്യുതി വിതരണം തകരാറിലായി. ഇന്നലെ മാത്രം 455 പോസ്റ്റുകളാണ് മറിഞ്ഞത്. 216 ലൈനുകൾ പൊട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലും കാറ്റിലും വ്യാപകമായി തടസ്സപ്പെട്ട വൈദ്യുതി വിതരണം പലയിടത്തും ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും നാശനഷ്ടമുണ്ടായത്. KCB ജീവനക്കാർ രാപ്പകൽ രംഗത്തുണ്ടെങ്കിലും തുടർച്ചയായ നാശം കാരണം ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ജില്ലയിൽ ജൂൺ 1 മുതൽ ഇന്നലെ വരെയുള്ള കാലയളവിൽ സാധാരണ കിട്ടേണ്ട മഴയിൽ ഏതാണ്ട് മുഴുവൻ ലഭിച്ചതായി IMD കണക്ക്. ഈ സമയത്ത് പെയ്യേണ്ട 883.4 മില്ലിമീറ്റർ മഴയിൽ 831 മില്ലിമീറ്ററും ഇതിനകം ലഭിച്ചു. കന്മഷിയുടെ ബോട്ടിൽ തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുള്ള പെൺകുഞ്ഞ് മരിച്ചു. കന്മഷിയുടെ ബോട്ടിൽ തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുള്ള പെൺകുഞ്ഞ് മരിച്ചു. മുതലമട പാപ്പൻചള്ളയിൽ അജീഷ് ദീപിക ദമ്പതികളുടെ മകൾ തൃഷികയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഉടൻ കൊല്ലങ്കോട്ടെ സ്വകാര്യ ആശുപത്രി, പാലക്കാട്ടെ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ എത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ വെച്ച് ബോട്ടിൽ പുറത്തെടുത്തെങ്കിലും കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയോടെ കുട്ടി മരിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശികയുടെ 1ാം പിറന്നാൾ ആഘോഷിച്ചത്. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്.
നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെട്ടു. കള്ളമല ചിന്നപ്പറമ്പ് റോഡിൽ മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. മരം വൈദ്യുതി ലൈനിൽ വീണ് 3 വൈദ്യുത കാലുകൾ ഒടിഞ്ഞു. പ്രദേശവാസികൾ മരം മുറിച്ചു നീക്കി 1 മണിക്കൂറിനുള്ളിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായില്ല. ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപം തെങ്കരയിലെ 33 kV ലൈനിൽ മരം വീണതിനാൽ അട്ടപ്പാടിയിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായും നിലച്ചു. 4 മണിക്കൂറിന് ശേഷമാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായത്. കിഴക്കൻ അട്ടപ്പാടിയിൽ മഴയുടെ ശക്തി കുറവായിരുന്നെങ്കിലും പടിഞ്ഞാറൻ അട്ടപ്പാടിയിൽ മഴയും ശക്തമായ കാറ്റുമായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് വിമൽകുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി സുരേഷ് കുമാർ, വി സുജീഷ്, കെ എസ് ശ്രീജേഷ്, കെ വി സുജിത്, CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ മുഹമ്മദ്, റഫീഖ് സക്കീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗതാഗത തടസ്സം നീക്കിയത്. നാലമ്പല ദർശന പുണ്യവുമായി ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം. പട്ടാഭിഷേക സമയത്തെ ശ്രീരാമ പ്രതിഷ്ഠയുടെ ചൈതന്യം നിറഞ്ഞതാണ് അലനല്ലൂർ പഞ്ചായത്തിലെ മാളിക്കുന്നിലുള്ള ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം. പട്ടാഭിഷേക സമയത്ത് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും സീതാലക്ഷ്മിയും ഹനുമാനും ഉള്ളതുകൊണ്ട് നാലമ്പല ദർശനത്തിന് തുല്യമാണ് ഇവിടുത്തെ ദർശനമെന്നാണ് വിശ്വാസം. വലിയ വട്ടശ്രീ കോവിലിലുള്ള ക്ഷേത്രം കൂടിയാണിത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രം ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാകാമെന്നാണ് കരുതുന്നത്. ഉപദേവന്മാരായി ഹനുമാനും ഗണപതിയുമുണ്ട്. ചുറ്റമ്പലത്തിന് പുറത്തായി അയ്യപ്പൻ, ശിവൻ, നാഗങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. 2.22 ഏക്കറിലുള്ള കുളമാണ് മറ്റൊരു പ്രത്യേകത. കർക്കിടകം 1 മുതൽ രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവസേവയുമുണ്ട്. രാവിലെ 7 മുതൽ 8:30 വരെ രാമായണ പാരായണവുമുണ്ട്. ക്ഷേത്രത്തിൽ ആധ്യാത്മ രാമായണ സപ്താഹ യജ്ഞം നടക്കുകയാണ്. 28-ന് സമാപിക്കും. ബലിതർപ്പണം നടക്കുന്നത് ഓഗസ്റ്റ് 3-ന് പുലർച്ചെ 4 മുതലാണ്. ഓഗസ്റ്റ് 4-ന് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടക്കുന്നുണ്ട്. ചമയമാണ് പ്രധാന വഴിപാട്. ഭഗവാനെ ആടയാഭരണങ്ങൾ അണിയിച്ച് ചന്ദനം ചാർത്തി പാൽപായസം നിവേദ്യം ചെയ്യുന്നതാണ് ചമയം. ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, വെറ്റിലമാല, വടമാല, ഗണപതിക്ക് അപ്പം, ശിവന് ധാര, അയ്യപ്പന് എള്ളുതിരി, നാഗങ്ങൾക്ക് നാഗപുണ്യാഹം എന്നിവയും പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ട്രസ്റ്റി ബോർഡാണ് ഭരണം നടത്തുന്നത്. ടി ബാലചന്ദ്രനാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ. ജയിൽ പുള്ളികൾക്ക് പരോൾ അനുവദിക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ. പരോൾ കാലയളവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയാണ് നോക്കാമെന്ന് കുടുംബം ഉറപ്പു നൽകിയാൽ മാത്രം ഇനി ജയിൽ പുള്ളികൾക്ക് പരോൾ നൽകിയാൽ മതിയെന്നാണ് തീരുമാനം. ഇങ്ങനെ ഉറപ്പു നൽകി പുറത്തിറങ്ങുന്ന ജയിൽ പുള്ളി എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഇനി കുടുംബത്തിന് മാത്രമായിരിക്കും. ജയിൽ പുള്ളിയെ പരോളിന് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുന്ന ബന്ധു ഇത്തരത്തിൽ രേഖാമൂലമുള്ള ഉറപ്പ് ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകണം. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ അന്തേവാസി പരോളിനിറങ്ങി സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരോൾ കാലാവധി തീരുന്ന ജയിൽ പുള്ളികളെ ജയിലിൽ ഇനി തിരികെ എത്തിക്കേണ്ട ഉത്തരവാദിത്തവും കുടുംബത്തിനായിരിക്കും. പരോളിനായി നാട്ടിലെത്തുന്ന ജയിൽ പുള്ളി ഇനി മുതൽ സ്ഥലം സബ് ഇൻസ്പെക്ടറുടെ നിരീക്ഷണത്തിലായിരിക്കും. ഇൻസ്പെക്ടറുടെ അനുമതിയില്ലാതെ ജയിൽ പുള്ളി സ്റ്റേഷൻ പരിധി വിട്ട് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. പരോൾ കാലാവധി തീരുന്ന മുറയ്ക്ക് ആ വിവരവും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പരോൾ കഴിഞ്ഞ് തിരികെ ജയിലിലെത്തുമ്പോൾ സബ് ഇൻസ്പെക്ടർ നൽകുന്ന നല്ല നടപ്പിന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കണം. പരോൾ കാലയളവിൽ ജയിൽ പുള്ളി എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചാൽ പരോൾ റദ്ദാക്കി തിരികെ വിളിക്കാൻ ജയിൽ സൂപ്രണ്ട് അതതു പ്രദേശത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്?
കൊള്ളാല്ലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഉപതെരഞ്ഞെടുപ്പ് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ജൂലൈ 30 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ പാലത്തുള്ളി ഡിവിഷൻ, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടമ്പലം വാർഡ്, ഷോളയൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടത്തറ വാർഡ്, മങ്കര ഗ്രാമപഞ്ചായത്തിലെ കൂരാത്ത് വാർഡ്, പുതുനഗരം ഗ്രാമപഞ്ചായത്തിലെ തെക്കത്തി വട്ടാരം വാർഡുകളിൽ 29, 30, 31 തീയതികളിൽ ജില്ലാ കലക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വൈദ്യുതിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. കള്ളിയമ്പാറ പുഞ്ചിരിമടം തോട്ടത്തിൽ ഇഞ്ചിപ്പാടത്ത് വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. തൃശൂർ വെള്ളാരിക്കടം ചെന്നായപ്പാറ കൊളത്താപ്പള്ളി വീട്ടിൽ വേലായുധന്റെ മകൻ ശിവദാസനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. തോട്ടത്തിലെ ഇഞ്ചിപ്പാടത്ത് വന്യജീവികൾ വരുന്നത് തടയാനായി വെച്ചിരുന്ന വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് സ്വദേശിയായ തോട്ടം ഉടമയിൽ നിന്നും തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി രാജേഷ് ഇഞ്ചി കൃഷിക്കായി പാട്ടത്തിനടുത്ത് കൃഷിയിടത്തിൽ താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു ശിവദാസൻ. ഇന്നലെ വൈകിട്ട് ശിവദാസൻ മാത്രമായിരുന്നു തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. രാത്രി ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് രാജേഷ് വന്ന് തിരച്ചിൽ നടത്തിയപ്പോൾ ഇഞ്ചിപ്പാടത്ത് വീണ് കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസിനെയും വൈദ്യുതി വകുപ്പിനെയും വിവരം അറിയിച്ചു. വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൊല്ലങ്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഭാര്യ ബിന്ദു, മക്കൾ വിപിൻദാസ്, വിനിത, കൃഷ്ണേന്ദു, കൃഷ്ണജ, മരുമകൻ പ്രതീഷ്. പന്നി ഉൾപ്പെടെയുള്ള വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നത് തടയാനായി വെച്ച വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് തൊഴിലാളി മരിച്ച പ്രദേശത്ത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തോട്ടത്തിലെ കൃഷിയിടത്തിന്റെ പല ഭാഗത്തും മുൻപ് തന്നെ വൈദ്യുതിക്കണി ഉണ്ടായിരുന്നതായാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇഞ്ചി കൃഷിക്ക് ചുറ്റുമുള്ളത് വിളവിറക്കിയതിനു ശേഷം നിർമ്മിച്ചതാണ്. ഇതിൽ നിന്നാണ് ശിവദാസിന് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV ദിവ്യപ്രഭ, അസിസ്റ്റന്റ് എഞ്ചിനീയർ C ഉദയകുമാർ, സബ് എഞ്ചിനീയർ I ഷെയ്ഖ് മുസ്തഫ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജയപ്രകാശ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. റിപ്പോർട്ട് വകുപ്പിന് നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബഡ്ജറ്റിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാലക്കാട് നഗരത്തിൽ CPIM പ്രതിഷേധം. കേരളത്തിലെ കായിക മേഖലയെ ശക്തമാക്കാൻ കായിക വിദ്യാഭ്യാസം ശക്തമാക്കണമെന്ന് സംയുക്ത അധ്യാപക സംഘടന. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ച് യൂത്ത് കോൺഗ്രസ്. SSKയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ട് നിയമനം. ജീവനക്കാരുടെ പ്രതിഷേധം 15ാം ദിവസത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.